ഹലോ, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ ഇൻവിസിബിൾ ചെയിൻസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടൂൾസുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഗിയർ വയർ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറാണ്. ഇതിൻ്റെ സിൽവർ കളറും അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ, കാരണം നമ്മൾ കഴുത്തിൽ ഇത് ചേർന്ന് കിടക്കുമ്പോൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക ഈ ഗോൾഡൻ കളറായിരിക്കും. ഇതിൻ്റെ വില വരുന്നത് 45 രൂപയാണ്. വേണ്ടത് ഇതുപോലത്തെ 2 ടൂൾസാണ്. ഇതൊന്ന് ചെറുത് പ്ലെയർ, ഇത് കട്ടറാണ്. നമ്മൾ വയറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഇതൊന്നിൻ്റെ വില 75 ആണ്, രണ്ടും കൂടി 150 രൂപയാണ്. ഇനി വേണ്ടത് ഗ്ലൂ ആണ്. വില കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഇത് ഞാൻ കുറേ നാളായി വാങ്ങി വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ ഇതിനിവിടെ 70 കൂട്ടിയിട്ടുണ്ട്. 65 ആണോ 70 ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതിൻ്റെ ചെറുത് നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നും റേറ്റ് കുറവിന് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വേണ്ടത് OHP ഷീറ്റാണ്. ഇതിനൊരു 10 രൂപ വരുന്നുള്ളൂ. ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. ചെറിയ പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അതിന് 50 രൂപയാണ് വില വന്നത്. ഞാനിപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഒരു കുപ്പിയിലാക്കിയതാണ്. ഇത്രയും സാധനങ്ങൾ വാങ്ങിയാൽ എനിക്ക് 345 രൂപയാണ് ആയിട്ടുള്ളത്. ഈ ഗ്ലൂവും അതുപോലെ തന്നെ OHP ഷീറ്റും ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അത് രണ്ടും ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് 80 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 265 രൂപ വരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു റേഞ്ചിൽ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്തിട്ട് നമുക്ക് ലാഭം കണ്ടെത്താം. ഇത്രയും ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി വേണം, ഇതുപോലത്തെ ഐപ്പിന്നുകൾ. ഇതൊരു 10 രൂപ റേഞ്ചിലൊക്കെ ഇതും കിട്ടും. പിന്നെ കൊളുത്ത്, പിന്നെ മാലയ്ക്ക് പിന്നെ മെയിനായിട്ട് കൊളുത്ത് വേണമല്ലോ. 165ൻ്റെ കൂടെ 15 രൂപ കൂട്ടി എനിക്ക് 280 രൂപ ആയുള്ളൂ. ഐപ്പിന് ഒരു 10 രൂപയുടെ പാക്കറ്റിൽ കുറേ ഉണ്ടാകും, പക്ഷേ ഇതിനൊരു 5 രൂപയാണ് വരുന്നത് ഒരെണ്ണം വാങ്ങുമ്പോൾ. ഞാനിപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. എത്ര വില വരുന്നുള്ളൂ നമുക്ക്. ഇത് ഈ 3 സാധനങ്ങളില്ലാണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്ക് നോക്കാം. അതായത് എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് പേൾസ് ഇരിക്കുന്നുണ്ട്. ഇത് ഞാനൊരു തവണ മാല പോലെ ഒരു 10 രൂപയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വൈറ്റ് പേൾസ് വെച്ചിട്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. അതിന് ഗ്ലൂവും ഷീറ്റിൻ്റെ ആവശ്യം ഇത് വേണോ, അതിൽ നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുക. ഏകദേശം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അളന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അളവ് കറക്റ്റ് പ്രോപ്പറായിട്ട് എടുത്തിട്ട് നോക്കാം. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചിട്ട് ഒരു പേൾ ഇങ്ങനെ കോർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ പേളാണ് കേട്ടോ. ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്ലയർ വെച്ചിട്ട് ഇതൊന്ന് ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓവർ പ്രസ് കൊടുക്കണ്ട, ചെറിയൊരു പ്രസ് കൊടുത്താൽ മതി. ഓക്കെ, കറക്റ്റ് സെൻറ്ററിലായിട്ട് പിടിച്ചിട്ട് ഒരു പ്രസ് കൊടുത്തു, അത്രേ ഉള്ളൂ. നമുക്കിതുപോലെ കോർത്തെടുക്കാം. ആദ്യം തന്നെ ഇനി നമ്മൾ പേള് കോർത്ത് കൊടുക്കരുത്. ഇനി നമ്മൾ ഗിയർ ലോക്ക് കോർക്കുക. അത് കഴിഞ്ഞിട്ട് പേള് കോർത്ത് കൊടുക്കുക. വീണ്ടും ലോക്കിടുക. നമുക്ക് എന്തോരം അളവ് വേണമെന്നുള്ളത് നോക്കാം. നമ്മൾക്ക് ഏകദേശം ഞാൻ ഇത്രയും ഒരു അടുപ്പത്തിലാണ് ഞാൻ കോർക്കുന്നത്. ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ ഇല്ലാന്ന് തോന്നുന്നു. ഇതിലളവിൽ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഞാനിപ്പോൾ ചെയ്യണത്. അയ്യോ കണ്ടോ, ഇതിങ്ങനെ കറക്റ്റ് പ്രസ് ചെയ്തില്ല, ഇതിങ്ങനെ പോകും. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ പ്രസ് ചെയ്ത് ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പിടിച്ച് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഞാനിവിടെ ഒരു 7 പേഴ്സ് കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ഇത്രയും മതി എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഫുള്ള് കൊടുക്കാഞ്ഞത്. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് നമുക്കൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊളുത്ത് ഇടാം. എന്നിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ഗിയർ ലോക്കിൽ കൂടെ ഈ ചെയിനൊന്ന് കോർത്തെടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഈ ഓണത്തിന് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ കുറേ ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ ബിസിനസ്, വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്ത് ഒരു ബിസിനസ്സൊക്കെ ആക്കിയെടുക്കാം. നമുക്ക് ഈ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കി നിൽക്കണ ഈ ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഇതൊക്കെ ഇട്ട് കൊടുക്കാം സൈഡിൽ. പക്ഷെ ഞാനിതൊന്നും ചെയ്യണില്ല. സിമ്പിളായിട്ട് ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് വെറുതെ ഒന്ന് ഗിയർ വയർ വളച്ചെടുക്കണുള്ളൂ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിട്ടിട്ട് വീണ്ടും കമ്പി ഗിയർ ലോക്ക് ഇട്ടിട്ട് ഈ വയറൊന്നും ഞാൻ വെറുതെ ഒന്നും എടുക്കണുള്ളൂ, മറ്റേതൊന്നും ഞാൻ ചെയ്യണില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം, പറഞ്ഞാൽ മതി. സോറി, കട്ടർ വെച്ചിട്ട് ബാക്കിയുള്ളതൊന്നും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നിട്ട്
അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് ഒരു മോഡല്. ഇനി നമുക്ക് ഈ വൈറ്റ് കളറുള്ള കുന്തൻ സ്റ്റോൺസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം ചെയ്ത് വേണ്ടത് മാത്രം ഇതുപോലെ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷേപ്പുള്ളത് സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്തെടുക്കട്ടെ ചെറിയ സിമ്പിൾ ഡിസൈൻ. എല്ലാം എനിക്ക് സിമ്പിളായിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പോരാത്തതിന് എൻ്റെ കയ്യിൽ വേറെ സ്റ്റോൺസും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുന്ന പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഇതിന് ചുറ്റും ഞാൻ ഇതുപോലത്തെ ഈ ഗോബി ഷേപ്പിലുള്ള സ്റ്റോൺസ് മുഴുവൻ ഒരു ഫ്ലവർ പോലെ ഒട്ടിച്ചെടുക്കേണ്ട ചെയ്യണത്. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ള സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐഡിയ പോലെ ഇരിക്കട്ടെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു പെൻഡൻറ്റ് മാത്രമുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് 2 സൈഡിലും കൂടി ഇടാനൊരു മോഹം. അപ്പോൾ നമുക്ക് സൈഡിൽ ഇത് സെൻറ്ററായിട്ടുള്ള ലോക്കറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിനി സൈഡിൽ രണ്ട് സൈഡിലും കൂടി ഇടാനുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കാം. നമുക്കിത് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ത്രെഡ് കട്ടർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് നല്ല ഷേപ്പിൽ കിട്ടും. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാ കത്രിക വെച്ച് കട്ട് ചെയ്യാം. ചിലതൊക്കെ നല്ല ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മതി. പിന്നെ നമ്മളൊന്ന് തീ വെച്ചിട്ടൊന്ന് ഒരുക്കി കൊടുത്താൽ മതി, അപ്പോൾ കറക്റ്റ് കിട്ടിക്കോളും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, വെറുതെ സാധനം വെച്ചിട്ടൊന്ന് ചുറ്റും കട്ട് ചെയ്തെടുക്കണുള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ ഇനി ഇതിന് തുണിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് മുറിച്ചുണ്ടാവില്ല. ഇതുപോലെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുറിച്ച് കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് 2 ഉള്ളതാണ്. ഞാൻ ഒരെണ്ണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാനും പിന്നെ ഒരെണ്ണം ത്രെഡൊക്കെ കട്ട് ചെയ്യാനും തുണി കട്ട് ചെയ്യാനും വേണ്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ 2 നിങ്ങളൊന്നും വാങ്ങിയാൽ മതി. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാ കത്രിക വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. ബാക്കി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കത് തീ വെച്ചിട്ടൊന്ന് ഒരുക്കി കൊടുത്താൽ മതി. ഇനി വേണ്ടത് നമുക്ക് ഇതുപോലത്തെ 3 ഐപ്പിന്നാണ്. ഇത്രയും സൈസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇത്ര വലുതിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒരിക്കലും ഒട്ടിക്കരുത്. പകരം നേരെ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇതിനെ മനസ്സിലാവും. ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് അടുത്ത് വെച്ച് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വരുന്ന രീതിയിൽ വെക്കരുത്. കാരണം നമ്മൾ ചെയിൻ ഇതുപോലെ കോർക്കുമ്പോൾ ഇങ്ങനെയായിട്ട് നിൽക്കും. ഇങ്ങനെ കറക്റ്റ് പോയിന്റ് ഇതുപോലെ നമുക്ക് നിൽക്കണം. നമുക്ക് ഇതൊക്കെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഒരെണ്ണം ഗിയർ ലോക്കായിട്ടും ഒരെണ്ണം വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. എൻ്റെ കയ്യിൽ ഷുഗർ ബീറ്റ്സ് ഉണ്ട്, എന്നാലും ഞാൻ വെറുതെ ഇട്ടത്. ഇതൊക്കെ ഞാൻ ഊരിയെടുത്തു. എനിക്കത് ഇട്ടിട്ട് വലിയ ഭംഗിയായിട്ട് തോന്നിയില്ല. ഈ സൈഡിലുള്ള സംഭവങ്ങൾ വെറുതെ ഒറ്റ ലോക്കറ്റായിട്ട് തന്നെയാണ് ഭംഗിയായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നന്നായി അധികം ഒട്ടണതിന് മുമ്പ് ഞാൻ ഇട്ട് നോക്കിയത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇതൊരൊറ്റ ഇതായിട്ട് കിടക്കുന്നത് കാണാനാണ് ഭംഗി. അതുകൊണ്ട് ഞാൻ വെറുതെ എൻ്റെ സൈഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എടുത്തിട്ട് വെറുതെ ഷുഗർ ബീറ്റ്സ് അല്ല, സോറി, ഗിയർ ലോക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഷുഗർ ബീറ്റ്സ് ഇടാം. ഞാനിപ്പോൾ വെറുതെ എനിക്ക് കളർ ചേഞ്ച് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഗിയർ ലോക്ക് തന്നെ ഇട്ടു. പിന്നെ നമുക്ക് ലാസ്റ്റ് ലോട്ടസ് നെക്ലസ് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. മൊത്തം ഞാനിവിടെ 7 താമര ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 5 മാലയ്ക്കും ബാക്കി 2 കമ്മലിനും കൂടി വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം.